ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. മെയിൻലി ഞാൻ ഓടിപ്പടച്ച് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്കും ഒരു ഓവർ ഹെഡ് ട്രൈപോഡും. അപ്പോൾ എൻ്റെ കയ്യിൽ ഓവർ ഹെഡ് ട്രൈപോഡ് ഇതുവരെ ഇല്ലായിരുന്നു, അപ്പോൾ അതൊരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മൈക്ക്. അപ്പോൾ മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ വാവ നന്നായിട്ട് പൊട്ടിച്ച് കയ്യിൽ തന്നുകൊണ്ട് അതും കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോയത്. പക്ഷേ ഓണത്തിൻ്റെ സമയം ആയതുകൊണ്ടായിരിക്കും 6 മാസത്തിന് മുന്നേ വാങ്ങിച്ച ആ ഒരു മൈക്കിന് ഇന്നിപ്പോൾ അതിൻ്റെ ഇരട്ടി വില ആയിരുന്നു കേട്ടോ. 1300 രൂപയോളം റേറ്റ് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഈസ്റ്റ്വോട്ടുള്ള ചാലയിൽ. അപ്പോൾ ചാലയിലോട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ സൈഡിലൊക്കെ ഉള്ള ഫാൻസി സ്റ്റോറിൽ നിന്നും അതുപോലെ ചെറിയ ചെറിയ തട്ടില്ലേ, അവിടെ നിന്നൊക്കെ ഇതുപോലെയുള്ള ഫാൻസി ഐറ്റങ്ങളൊക്കെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കയ്യിലുള്ള പൈസ നന്നായിട്ട് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ചാലയിലോട്ട് കയറി അവിടുത്തെ ഒരു ഹോൾസെയിൽ കടയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തറയിലും അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ അവരത് ബില്ല് ചെയ്ത് തരും. അങ്ങനെയാണ്. ഒരുപാട് ഈ കുഞ്ഞു മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ സ്ലൈഡ്, ബണ്ണ്, അതുപോലെ തന്നെ എല്ലാ ഫാൻസി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഈ ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വേറെയും തൊട്ടടുത്ത് ഷോപ്പുണ്ട്, അവിടെയൊക്കെ ടോയ്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ തപ്പി നോക്കി അവസാനം കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സാധാരണ കടയിൽ ഒരു സെറ്റൊക്കെ നമുക്ക് സ്ലൈഡൊക്കെ ഒരു 50-60 രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ വളരെ ചീപ്പായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഒരു 700 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സാധനങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സാധനങ്ങൾ എടുത്തു ഇങ്ങ് പോന്നു, അത്രമാത്രം. പക്ഷേ ഈ കുറച്ച് സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ രാമചന്ദ്രയിലോട്ട് പോയേ. അപ്പം അവിടെ പിൻട്രസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പില്ലോ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് 299 രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇതൊന്നും എടുത്തില്ല. അവസാനം എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫെവിക്കോളായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തു. പക്ഷെ നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ഗ്ലൂ ഇങ്ങനത്തെ ഐറ്റമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് കടകളിൽ, അതായത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന കടയിനെക്കാട്ടിയും ഒരു 3 രൂപ അങ്ങനെ ചെറിയൊരു പെർസെൻറ്റേജിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. എന്നാൽ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നിടത്ത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം 10 രൂപയോളം കുറഞ്ഞ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കുറേ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് റബ്ബറും കട്ടറും ഒക്കെ ഇങ്ങനത്തെ രൂപത്തിലൊന്നും അല്ലല്ലോ കിട്ടുന്നത്. സാധാരണ നമ്മുടെ നടരാജ അതുപോലെയുള്ള അപ്സര അതിൻ്റെയൊക്കെ മോഡലില്ലേ, സ്ക്വയർ ടൈപ്പിലുള്ള അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് പല തരത്തിലുള്ള പിൻട്രസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റേഷനറീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ജനിച്ച് പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയ ഗ്ലൂ എടുത്ത് ബില്ലടിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ ബില്ലടിക്കാൻ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ ആയിട്ട് കുറച്ചധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റും അതുപോലെ തന്നെ നല്ല ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഓണത്തിന് സമയമായതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഞങ്ങളുടെ ഹേസൽ മോൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഈ ഒരു സെറ്റ് ബോയിൽ 12 ഉണ്ട്. ഈ ഒരു സെറ്റിന് 66 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ 3 സെറ്റ് മേടിച്ചു. ഇതിൽ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തതും പിന്നെ മൂന്നാമത്തെ ഒരു സെറ്റില്ലേ
അതൊരു പേസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ 3 സെറ്റ് എടുത്തു. പിന്നെ ഞാൻ മേടിച്ച ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് ക്ലിപ്പ്, അതുപോലെ തന്നെ കുറച്ച് സെറ്റായിട്ടുള്ള ഹെയർ ബാൻഡ്, അങ്ങനെയുള്ള കുറച്ച് പിൻട്രസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് ഒരു പിൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സാധനം എനിക്ക് 12 എണ്ണം 204 രൂപയ്ക്കോ അങ്ങനെ എന്തോ എനിക്ക് കിട്ടി. ഇതാ ഈ ഒരെണ്ണം കണ്ടില്ലേ, ഇതിൽ ടോട്ടലി 12 സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 12 സെറ്റിനും കൂടെ എനിക്ക് 80 90 അങ്ങനെ എന്താണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ പുറത്തെ ഫാൻസിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു റേറ്റിന് എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റിന് എന്തായാലും ഒരു സെറ്റിന് തന്നെ 20 രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എന്താ ഇതെടുത്തത്. അപ്പോൾ ഇത് എടുത്തപ്പോഴത്തേക്കാണ് ഞാൻ തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ വേറൊരു സെറ്റ് കണ്ടത്. അപ്പം അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഇതുപോലെ തന്നെ ഒരു പിൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഐറ്റം. ഇതാ ഈ ഒരു ക്ലിപ്പൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇത് തലയിൽ വെച്ച് നോക്കി, നല്ലൊരു ക്ലിപ്പാണ്. അപ്പോൾ ഇതെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്തിരുന്ന ഈ ഒരു സാധനം, അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റി ഉള്ള ഈ ഒരു സാധനം. ഈ ഒരു സെറ്റിൽ ഒരു സെറ്റ് മറ്റേ ടിക് ടാക് ക്ലിപ്പ് പോലത്തെ ആ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. പിന്നെ 4 ഈ കുഞ്ഞു ക്ലിപ്പ്, അതുപോലെ തന്നെ 2 ഹെയർ ബാൻഡ്. ഇത്രയാണ് കേട്ടോ. ഇത് എനിക്ക് ടോട്ടലി 12 സെറ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു 12 സെറ്റിനും കൂടെ എനിക്ക് 200 സംതിങ് ആ ഒരു റേറ്റിനാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്തായാലും പുറത്തെ കടയിൽ മേടിക്കണമെങ്കിൽ എന്തായാലും കുറഞ്ഞത് ഒരു 50 രൂപയെങ്കിലും അവർ ഇടാതിരിക്കില്ല. അപ്പം അങ്ങനെ ഈ ഒരു സെറ്റ് എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും വില കുറച്ച് കിട്ടിയ ഐറ്റമാണ് ഇതൊരു 6 സെറ്റ്. ഇപ്പോൾ 6 പെയറിനും കൂടി എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് 24 രൂപയാണ് കേട്ടോ. 24 45 രൂപ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 45 രൂപയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 45 രൂപയ്ക്കാണ് എനിക്ക് ഇത്രയും സെറ്റ് കിട്ടിയത്. ഇതിലൊരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെടുത്തു. അങ്ങനെ ടോട്ടലി ഇത്രയും സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ.